അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാക്കൂത്തുൽ അഹ്മർ, ചുവന്ന മാണിക്യം അഥവാ റൂബി, അതിൻ്റെ ആത്മീയമായ വശങ്ങളെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അതിന് വേറെയും കുറേ ഗുണങ്ങളുണ്ട്. സാമൂഹികമായും ശാരീരികമായും മാനസികമായുമൊക്കെ പരിവർത്തനപ്പെടുത്തുന്ന ധാരാളം ഗുണങ്ങൾ നമുക്ക് യാക്കൂത്ത് കല്ലിനിക്ക് കാണാൻ വേണ്ടി സാധിക്കും. യുസായിദു തഹ്ദിയത്തുൻ നഫ്സ്, ആത്മാവിനെ ശാന്തമാക്കും. മനസ്സിന് നല്ല റിലാക്സ്, ശാന്തത അതുണ്ടാക്കും. അത് ഏറ്റവും വലിയ പ്രധാനം തന്നെയാണല്ലോ. മനസ്സിന് ശാന്തമായിരിക്കുക, മനസ്സിന് നല്ല സുഖമുണ്ടായിരിക്കുക, അത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. വയംനഉവ അസ്സുഊറു ബിസ്സആദ, സന്തോഷത്തിൻ്റെ അനുഭൂതി, അത് തന്നെയാണ്. എപ്പോഴും മനസ്സമാധാനം ഉണ്ടാകും. അത് യാക്കൂത്തുൽ അഹ്മർ, ചുവന്ന മാണിക്യം റൂബി, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലൗ തഅസീറുൽ ഈജാബി അലൽ ജിഹാസിയുൽ അസബിയു, നാഡീ വ്യവസ്ഥയിൽ നല്ല സ്വാധീനങ്ങളുണ്ടാക്കും. നാഡീ വ്യവസ്ഥയിൽ നല്ല സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മനുഷ്യൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ, വേദനകൾ, ഞരമ്പുകളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴാണല്ലോ മനുഷ്യൻ ഊർജ്ജസ്വലനായിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പ്രവർത്തിപ്പിക്കാനുള്ള നല്ല ഒരു ശേഷി ഈ ഹക്കീക്കുൽ അഹ്മർ അഥവാ റൂബി, ചുവന്ന മാണിക്യം എന്ന കല്ലിനിക്ക് ഉണ്ട്. ഐസ് യുഫീദു ഫി ഇലാജിൽ അംറാദുൽ മുഖ്തലിഫ എന്നും കൂടി നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. വ്യത്യസ്തമായ രോഗങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുകൾ, വ്യത്യസ്തമായ രോഗങ്ങളിലുള്ള വിഷയങ്ങളെ വളരെ ലഘൂകരിക്കാൻ വേണ്ടി ഈ മോതിരത്തിനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വൽ ഖൗഫുൽ ഇജ്തിമാ, സാമൂഹിക ഭയം. ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പം ആളുകൾക്കുണ്ടാകുന്ന ചമ്മലുകൾ, ഭയം, ഉൾഭയം, ആളുകളുടെ ഇടയിൽ ഇറങ്ങി സംസാരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആളുകളുടെ ഇടയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റാതെ ഒരവസ്ഥ. അങ്ങനെ പല തരത്തിലുള്ള മഹത്വങ്ങളും വിശേഷണങ്ങളും രോഗശാന്തതയും മനസ്സമാധാനവും. ചില ആളുകളൊക്കെ നമുക്ക് കണ്ടാൽ അറിയാലോ, ഒരു അന്തപ്പനെ പോലെ ഇങ്ങനെ ഇരിക്കുക, ഒന്നും എന്ത് പറയണമെന്നറിയില്ല. പറഞ്ഞതിന് ശേഷം പിന്നീട് ആലോചിക്കുകയാണ്, ഓ അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു, അതൊരു വിഡ്ഢിത്തായിപ്പോയി എന്നൊക്കെ തോന്നിപ്പോവില്ല. എന്തെങ്കിലും വായിൽ വരുന്നത് ഇങ്ങനെ വിളിച്ചു പോവുക, അതൊക്കെ ഒരു പ്രത്യേക തരം ഒരു മാനസിക അവസ്ഥയാണ്. അപ്പോൾ അതിനൊക്കെ നല്ല ഒരു ശക്തിയും നല്ല ഒരു സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന നല്ല ഒരു രത്നമാണ് റൂബി അഥവാ ചുവന്ന മാണിക്യം, ഹക്കീക്കുൽ അഹ്മർ എന്ന് പറയുന്ന കല്ല്.